ഹലോ ഫ്രണ്ട്സ്, ചിന്നൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വിഴിഞ്ഞം ചിക്കനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാല, പെരുംജീരകം, മുഴുവൻ പെരുംജീരകമാണ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സവാള ചതച്ചത്, വറ്റൽ മുളക് ചതച്ചത്, മുളക് പൊടി, അതേപോലെ തന്നെ ഉപ്പ്, ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചധികം തന്നെ മല്ലിയില, പച്ചമുളക് ചതച്ചത്, ഇത് ബുള്ളറ്റ് മുളകെന്ന് പറയുന്ന മുളകാണ്, അതിനാകുമ്പോൾ അധികം എരിവ് കാണത്തില്ല. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് വേണ്ട കറിവേപ്പില. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ഈസി ആയിട്ട് മസാലയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സവാള ചതച്ചത്, വറ്റൽ മുളക് ചതച്ചത്. ഇത് അത്യാവശ്യം ഒരു എരിവുള്ള വറ്റൽ മുളകാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. അതേപോലെ തന്നെ പെരുംജീരകം മുഴുവനായിട്ട് ഇടുക. കാരണം പെരുംജീരകം ആ എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി വരുമ്പോൾ ചിക്കൻ ഫ്രൈയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് പെരുംജീരകം. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ കളറ് കാണും, എരിവ് കാണത്തില്ല. നമ്മൾ പച്ചമുളകും കാര്യങ്ങളും ചേർക്കുന്നതുകൊണ്ട് ഈ ഒരു റെസിപ്പിക്ക് അത്യാവശ്യം എരിവുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, അതേപോലെ തന്നെ പച്ചമുളക് ചതച്ചത്, മല്ലിയില ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് പുറത്ത് വെക്കണമെങ്കിൽ ഒരു 1 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതിയായിരിക്കും. അതല്ല ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ½ ആൻ അവറിനുള്ളിൽ തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് കണ്ടോ, ഈ ഒരു കളറിൽ വരും. ഇനി ഞാനിതൊരു റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിന് ശേഷം നമുക്കൊന്ന് എടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഓരോരോ പീസായിട്ട് ഇട്ടിട്ട്. അപ്പോൾ അടുപ്പിൽ ഞാൻ ചട്ടി വെച്ചു. അത് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോ പീസുകളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പീസുകൾ മാത്രം തിരഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ കോരാൻ ആ ഒരു സമയമാകുമ്പോഴത്തേനും നമുക്ക് ബാക്കി ആ ഒരു മുളകിൻ്റെതും കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ കൂടെ അത് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചിക്കൻ ടൈം എടുക്കും, അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം എല്ലാം സെപ്പറേറ്റ് നമുക്കൊന്ന് അങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചിക്കൻ നമുക്കിവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സെറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ചിക്കൻ റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ്. ആ മുളകിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് ആ ചിക്കനിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണിത്. ചപ്പാത്തി, ചോറ്, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കാം. ഞാൻ കുറച്ച് ഉള്ളിയിട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.